ഗോസംരക്ഷക സംഘം എന്ന പേരിൽ കേരള കർണാടക അതിർത്തിയിൽ പണം തട്ടുന്ന സംഘം വ്യാപകമെന്ന് പരാതി. പശുവിനെ അറക്കാൻ കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നുവെന്നാണ് ആരോപണം. കേരളത്തിലേക്ക് പശുവിനെ കൊണ്ടുവരുന്നതിനിടെ മർദ്ദനമേറ്റെന്ന് കണ്ണൂർ കുറുമാത്തൂർ സ്വദേശി രാജേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരം പോയത്. ആദ്യത്തെ രാവിലെ ശരിക്കും മാർക്കറ്റ് 4-5 മണിക്ക് തുടങ്ങുന്നു. അപ്പോൾ ഞാനൊരു 8 മണിയോടെയായിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 എണ്ണത്തിന് എടുത്ത്. അങ്ങനെ അതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സ്കൂട്ടർ ഇങ്ങനെ നമ്മുടെ മുന്നിൽ നമ്മുടെ വണ്ടിയിൽ നിന്ന് നോക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോൾ മൈസൂർ റോഡിൽ കയറി കുറേ ഇങ്ങനെ പാസ് ചെയ്ത് വന്നു. ബിഡിതി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഈ സ്കൂട്ടറിൽ വന്ന ആൾക്കാർ വണ്ടി നിർത്താൻ പറഞ്ഞു. അത് പറയുമ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തി. എന്നിട്ട് അയാൾ എന്നോട് ബില്ല് ചോദിച്ചു. ബില്ല് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രൈവർക്ക് കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ ഇവർ എന്നോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഞാനും ഇറങ്ങി. ഞാൻ ചോദിച്ചെന്നാ കാര്യം ചോദിച്ചു. എന്താ ചോദിച്ചു? അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് അഭിജിത്ത് മുഴക്കുന്ന്. ഈ സംഘമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണോ? ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? നേരത്തെയും പലരും ഈ രീതിയിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. ഈ രാജേഷ് എന്ന വ്യക്തി കുറുമാത്തൂർ സ്വദേശിയാണ്. അദ്ദേഹം കർണാടകയിലെ ചിന്താമണിയിൽ നിന്നാണ് പശുക്കളെയും വാങ്ങി തന്റെ നാട്ടിലേക്ക് മടങ്ങുന്നത്. അതിനിടയിലാണ് രാംനഗറിനടുത്തുള്ള ബിഡതി എന്ന സ്ഥലത്ത് വെച്ച് ഈ സംഘം ഇയാളെ തടഞ്ഞു നിർത്തുന്നതും ഇദ്ദേഹം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. പശുവിനെ അറക്കാൻ കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് രാജേഷിനെ ഈ സംഘം തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടത്. പണം തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടയക്കാമെന്നും പറഞ്ഞു. പക്ഷേ അതിന് രാജേഷ് തയ്യാറായില്ല. അതിനു പിന്നാലെയായിരുന്നു രാജേഷിനെ ഈ സംഘം മർദ്ദിക്കുകയും ചെയ്തത്. ഒടുവിൽ നാട്ടിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അതിനിടയിൽ വളരെ ശ്രമകരമായി ബന്ധപ്പെടുകയും അതിനുശേഷം ആ ലോക്കൽ പോലീസുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് തന്റെ ജീവൻ തിരികെ ലഭിച്ചത് എന്നും രാജേഷ് പറയുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സുജിയ, അതുവഴി പല മലയാളികളും പശുക്കളെയൊക്കെ വാങ്ങി നാട്ടിലേക്ക് മടങ്ങാറുള്ളതാണ്. അങ്ങനെ പലരും ഈ രീതിയിലുള്ള തട്ടിപ്പിന് ഇരയായി എന്നുള്ള കാര്യം കൂടി നിലവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിലവിൽ രാജേഷ് പരാതിയൊന്നും നൽകിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് തന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകൾ ആലോചിച്ചാണ് അദ്ദേഹം പരാതി നൽകുകയും ചെയ്യാത്തത്. പക്ഷെ അപ്പോഴും തന്റെ താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിന് മുന്നിലെത്തി അദ്ദേഹം ഇക്കാര്യം പറയുന്നത് ഇനി ആർക്കെങ്കിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഏതായാലും അദ്ദേഹത്തിന് നിലവിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം സുരക്ഷിതമായി തിരികെ നാട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതിന് കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു മാഫിയയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ്. ഇതാരാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ആളുകളെ തട്ടിപ്പിനിരയാക്കുന്ന ഈ സംഘം ആരാണ് എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു.